വിലായത്ത് ബുദ്ധ എന്നുള്ള ഈ സിനിമ പൃഥ്വിരാജിന്റെ ഒരു ഈഗോ ക്ലാഷ് ട്രിളജിയിലെ മൂന്നാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശിയും പോലെയല്ല ഈ സിനിമ. ഇതിൽ മറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ ടെറൈൻ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, പിന്നെ അവിടുത്തെ ആ ചന്ദനത്തടി മോഷണം, ഇതെല്ലാം ഒരു ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറും ഷമ്മി തിലനും അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല സ്ക്രീനിൽ എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം നല്ല രീതിയിൽ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനകത്ത് നല്ല രീതിയിൽ മിസ്കാസ്റ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈലൂട്ടായിട്ട് പോയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. പിന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലൈമാക്സിന്റെ കുറവും ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഈ സിനിമയ്ക്കുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ഉണ്ടെങ്കിലും അത്ര സ്ട്രോങ് അല്ലാത്ത ഡ്രാമയുള്ള സെക്കൻഡ് ഹാഫും അത്ര എഫക്റ്റീവ് അല്ലാത്ത ക്ലൈമാക്സും ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ആവറേജ് ഔട്ടിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.